ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു എന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് നാം കഴിഞ്ഞ ദിവസം കേട്ടത്. രാജ്ഭവനിലെത്തി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി അതിഷി മർലേനയും മനീഷ് സിസോദിയയും കെജ്രിവാളിനൊപ്പമുണ്ടായിരുന്നു. ഡൽഹി മദ്യനയക്കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന കാര്യം കെജ്രിവാൾ പ്രഖ്യാപിച്ചത്. 4 ദിവസം നാടകീയമായിരുന്നു ഡൽഹി രാഷ്ട്രീയത്തിലെ സാഹചര്യം. ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന അഭ്യൂഹത്തിന് അവസാനമായത് കഴിഞ്ഞ ദിവസമാണ്. അതിഷിയെ പാർട്ടി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അതിഷി മുഖ്യമന്ത്രിയായി തുടരും. ഫെബ്രുവരിയിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. എന്നാൽ നേരത്തെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിക്കും ഡൽഹിയിലെ ജനങ്ങൾക്കും ഇതൊരു വൈകാരിക നിമിഷമാണ്. ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ കാത്തിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഡൽഹിയുടെ കാര്യങ്ങൾ നോക്കുമെന്നും അതിഷി പറയുന്നുണ്ട്. നേരത്തെ കെജ്രിവാളിനെ തന്റെ ഗുരുവെന്നാണ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച വേളയിൽ അതിഷി വിശേഷിപ്പിച്ചത്. തന്നിൽ വിശ്വാസമർപ്പിച്ചതിന് അദ്ദേഹത്തിന് അവർ നന്ദിയും പറഞ്ഞിരുന്നു. ആം ആദ്മി പാർട്ടിയിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുക. കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഞാൻ MLA ആയി, മന്ത്രിയായി, ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുമായി. അതിൽ സന്തോഷവതിയാണ് ഞാൻ. എന്നാൽ എന്റെ മൂത്ത സഹോദരൻ കെജ്രിവാൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കുന്നതിൽ വിഷമമുണ്ടെന്നാണ് അതിഷി പറയുന്നത്. അതേസമയം കെജ്രിവാളിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുകയാണ് തന്റെ സർക്കാരിന്റെയും MLA-മാരുടെയും പ്രധാന ലക്ഷ്യമെന്നും അവർ എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ മകനും സഹോദരനുമെല്ലാമായ കെജ്രിവാളിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കണമെന്ന് അതിഷി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. കെജ്രിവാളും AAP-യും എന്നെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈ ഉത്തരവാദിത്തം എനിക്ക് ലഭിച്ചത്. ആ വിശ്വാസത്തിൽ സന്തോഷമുണ്ട്. ഡൽഹിക്ക് ഒരു മുഖ്യമന്ത്രി മാത്രമാണുള്ളത്. അത് കെജ്രിവാളാണെന്നും അതിഷി വ്യക്തമാക്കി. BJP-യുടെ ഗൂഢാലോചനകളെ AAP പ്രതിരോധിക്കും. കെജ്രിവാളിനെതിരെ വ്യാജ ആരോപണങ്ങളാണ് BJP ഉന്നയിക്കുന്നതെന്നും അതിഷി തുറന്നടിച്ചു. നേരത്തെ കെജ്രിവാൾ രാജിവെക്കാനുള്ള കാരണങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. സുപ്രീം കോടതി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതുപോരാ. ഡൽഹിയിലെ ജനങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുഖ്യമന്ത്രിയായി തുടരൂ എന്നാണ് കെജ്രിവാൾ പറഞ്ഞിരുന്നത്. ഡൽഹിക്കായി കെജ്രിവാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സൗജന്യ വൈദ്യുതി, സൗജന്യ കുടിവെള്ളം, സൗജന്യ ബസ് യാത്രകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് കെജ്രിവാൾ ജനങ്ങൾക്ക് നൽകിയതെന്നാണ് അതിഷി എടുത്തു പറയുന്നത്. ഈ അടുത്ത ദിവസമാണ് മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത്. സുപ്രീം കോടതിയാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 6 മാസത്തിന് ശേഷമാണ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത്. 2 ജഡ്ജിമാരും വെവ്വേറെ വിധി ന്യായങ്ങൾ പുറപ്പെടുവിച്ചുവെങ്കിലും നീണ്ട ജയിൽവാസം സ്വാതന്ത്ര്യം അന്യായമായി ഹനിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന് ഏകകണ്ഠമായി ബെഞ്ച് അഭിപ്രായപ്പെട്ടു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് 21-നാണ് ഡൽഹി മുഖ്യമന്ത്രിയെ ആദ്യമായി ED അറസ്റ്റ് ചെയ്തത്. EDയുടെ കസ്റ്റഡിയിലായിരിക്കെ ജൂൺ 26-നാണ് അഴിമതി കേസിൽ CBI അറസ്റ്റ് ചെയ്തത്. ജൂലൈ 12-ന് ED കേസിൽ കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ CBI അറസ്റ്റ് ചെയ്തതിനാൽ തീഹാർ ജയിലിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. മദ്യനയത്തിൽ നിന്ന് ലഭിച്ച തുകയുടെ വലിയൊരു ഭാഗം 2022-ലെ ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AAP ഉപയോഗിച്ചു എന്നാണ് CBI പറയുന്നത്. മുഖ്യമന്ത്രി ഒരിക്കലും ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിച്ചിട്ടില്ലെന്നും SV രാജു ചൂണ്ടിക്കാട്ടിയിരുന്നു. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചാൽ ഡൽഹി ഹൈക്കോടതിയുടെ മനോവീര്യം തകരുമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ അവകാശപ്പെട്ടിരുന്നു.